മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ബിബിനുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. അവിടെ എന്താ വിശേഷം? മഞ്ഞാണോ? നന്നായിട്ട് പോകുന്നു. ഇവിടെ മഞ്ഞില്ല, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓക്കെയാണ്, മാനേജബിൾ ആണ്. ഓക്കെ. അപ്പോ ബ്രോ, ബാഴ്സയുടെ സിറ്റുവേഷൻ നിങ്ങള് ഒരുപാട് പോയിന്റ്സ് ലീഡ് ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ലീഡ് കൈവിട്ട് കളയുന്നു. 1-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ബ്രോ പ്രശ്നം? എന്താണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വരുന്നത്? ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടാണ് ബ്രോ പോയിന്റ് ഡ്രോപ്പ് ചെയ്തത്. നല്ല ലീഡ് ഉണ്ടായിരുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഡ്രോപ്പ് വന്നു പെർഫോമൻസിൽ. എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് ഭയങ്കര ടയേർഡായി. അതുകൊണ്ട് ആ ഒരു ഇന്റൻസിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എമാലിന് ഇഞ്ചുറി വന്നു. അപ്പൊ ആ ഒരു റീസൺ ഒക്കെ കാരണം ആ ഇന്റൻസിറ്റി കുറച്ച് ഗെയിംസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ അത്രയും ലീഡ് കളയുക എന്ന് പറയുന്നത് ടോട്ടലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് റയലിനെ തോപ്പിച്ചു, ബയേണിനെ തോപ്പിച്ചു. നല്ല ഹൈയിൽ നിന്നൊരു ടൈമിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ വരുന്നു എന്ന് പറയുന്നത് കോച്ചിന്റെ ഭാഗത്തും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. മൊത്തത്തില് എന്താ പറയാ, വന്ന ഒരു ഇമ്പാക്ട് കഴിഞ്ഞിട്ട് ഹാൻസി ഫ്ലിക്കിന്റെ സിസ്റ്റം ഡൗൺ ആവുകയാണെന്നാണ് തോന്നുന്നത്. അതെ, ഇപ്പോ ഞാൻ ലെവൻഡോസ്കിയുടെ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ പുള്ളിയുടെ ഒരു എബിലിറ്റി വെച്ചിട്ട് ചില മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മിസ്സുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതായത് ബോൾ കണക്ട് ആവുന്നില്ല, ക്രോസ് കൊടുക്കുമ്പം ടാപ്പിന് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു. കാരണം പുള്ളിയാണ് സ്ട്രൈക്കർ എന്ന രീതിയിൽ എസ്പെഷ്യലി ഇതുപോലുള്ള മത്സരങ്ങളിൽ സ്കോർ ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോക്കെതിരെ പുള്ളി മിസ് ചെയ്ത 2-3 ചാൻസ് ഉണ്ടായിരുന്നു. ബ്രോ, ഇപ്പോൾ റഫീഞ്ഞേന ഓവർ ഡിപ്പെൻഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലെവൻഡോസ്കി ഇപ്പൊ കഴിഞ്ഞ സീസണിലെ ഫോമിലേക്ക് വന്നു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ നല്ല നല്ല കളിയായിരുന്നു, നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പുള്ളിയുടെ കോൺഫിഡൻസ് അല്പം ഡൗൺ ആണ്. സിമ്പിൾ ചാൻസ് വരെ, ടാപ്പിംഗ് ചാൻസ് വരെ മിസ്സാക്കുന്നു. അതും ടീമിന്റെ പെർഫോമൻസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് പ്രായമായി വരുന്നുണ്ട്. ഇനി ഒരു സീസൺ കൂടെ യൂറോപ്പിൽ കളിക്കാൻ പറ്റും തോന്നുന്നില്ല. അതെ, ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് എൻ്റെ പൊന്നോ പെഡ്രി. ഇപ്പൊ വേറെ ആരും കളിച്ചിട്ടില്ലെങ്കിലും ആ പയ്യൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വർക്ക് റേറ്റ് ഒക്കെ അൺബിലീവബിൾ ആണ്. ബ്രോ, പുള്ളി ഒരു വേൾഡ് ക്ലാസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മത്സരങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. പെഡ്രി ഇഞ്ചുറി ഫ്രീ ആണെങ്കിൽ വേൾഡിലെ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ്. ഇഞ്ചുറിയാണ് പുള്ളിനെ ഡൗൺ ആക്കുന്നത്. ഈ സീസണിൽ ഇതുവരെ ഇഞ്ചുറി വന്നിട്ടില്ല, നന്നായിട്ട് കളിക്കുന്നുമുണ്ട്. പിന്നെ ബാക്കി പ്ലെയേഴ്സ് ആ ഒരു ഇന്റൻസിറ്റിയും കൂടെ കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റും, കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പെഡ്രിക്ക് മാത്രമായിട്ടൊരു മാജിക്കിൽ ഇപ്പൊ ബാറ്റ്സയുടെ കളി ഒതുങ്ങുക. അതെ, ഞാൻ ഹൈലൈറ്റിന്റെ കാര്യം ചോദിക്കണം. സാധാരണ ഇനീഷ്യൽ ഒരു 5-8 മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നു ബ്രില്യന്റ് എക്സിക്യൂഷൻ ആയിരുന്നു. ഫ്ലിക്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും. എല്ലാവരും പെട്ടു. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി എങ്ങനെയാണ് ഈ ഹൈലാൻഡ് ബീറ്റ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഓടുന്ന ഒക്കെ കുറച്ച് പിറകുന്ന ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൗണ്ടർ ഇപ്പൊ കൺസീഡ് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും ആ ഒരു ഹൈലൈനിൽ പിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. ഇപ്പൊ ലാസ്റ്റ് മത്സരത്തിൽ ഡിപോളിന്റെ ആ ഒരു ഗോളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുബാസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ കാലിടയിൽ കൂടിയൊക്കെയാണ് ബോൾ പോകുന്നത്. ഓടി എത്താൻ പറ്റുന്നില്ല. അത്രയ്ക്കും വലിയൊരു ഹൈലൈൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രോ, ആ ഒരു സ്ട്രാറ്റജി കളിയുടെ അവസാനത്തിലൊക്കെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ? ഇപ്പൊ ഓപ്പോസിറ്റ് ടീമൊക്കെ അത് പഠിച്ചു തുടങ്ങി ബ്രോ. ഇപ്പൊ ഹൈലൈൻ വെച്ചാൽ ഇപ്പൊ സ്ട്രൈക്കർ ഓഫ് സൈഡ് ആയാലും തേർഡ് മാൻ റണ്ണൊക്കെ വഴി ഹൈലൈൻ ബീറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ലെവാന്റെക്കെതിരെയുള്ള മാച്ചിലൊക്കെ കണ്ടു. ഇപ്പൊ ടീം അതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്ത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് പഠിച്ചു തുടങ്ങി. അപ്പൊ അതിന് വേറൊരു ടാറ്റിക്സും കൂടെ ഉപയോഗിക്കുക എന്ന് മാത്രമേ അതിന് ചെയ്യാനുള്ളൂ. പിന്നെ പ്ലേയേഴ്സ് ഡിഫൻഡേഴ്സ് ആണെങ്കിൽ തന്നെ ടയേർഡ് ആണ്. ഒരു ആ ഡിഫൻസ് ലൈൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാച്ചസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇഞ്ചുറി കഴിഞ്ഞ് പ്ലേയേഴ്സ് തിരിച്ചു വരുമ്പോ ചേഞ്ചസ് നടത്തും എന്നാണ് പ്രതീക്ഷ. ബ്രോ, സാധാരണ ലലീഗയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓക്കെ റയൽ കയറി വരും, അല്ലെങ്കിൽ റയലായിരിക്കും മുമ്പിലുള്ള. പക്ഷേ അത്ലറ്റിക്കോ വമ്പിച്ച ഫോമിലാണ്. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ അവർ ഒറ്റൊന്നും തോറ്റിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 2006 ശേഷമാണ് ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് അവർ ജയിക്കുന്നത്. ഇതിപ്പോ മണ്ണും ചാരുന്നപ്പം പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞതുപോലെ താഴെ നിന്നിരുന്ന അത്ലറ്റിക്കോ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ റയലും നിങ്ങൾ നമ്മൾ ഫൈറ്റിലാണ്. ഇനിയിപ്പോ ഒരു അട്ടിമറിയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ അവസാനം? ചാൻസ് ഉണ്ട് ബ്രോ. കാരണം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന ബാഴ്സ റയലും തമ്മിലായിരിക്കും
മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷെ അത്ലറ്റിക്കോ ട്രാൻസ്ഫർ മാർക്കറ്റിൽ തന്നെ നല്ല നല്ല സൈനിങ്സ് നടത്തിയായിരുന്നു. അവര് അൽവ അൽവാസിനെ സൈൻ ചെയ്തു, പിന്നെ ഗാലഗറിനെ സൈൻ ചെയ്തു. അപ്പൊ നല്ല സൈൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ അവർ സ്ട്രഗിൾ ചെയ്തെങ്കിൽ ഇപ്പൊ നല്ല ടോപ്പ് ഫോമിലാണ്. ഇപ്പൊ ലാലിഗയിലെ ബെസ്റ്റ് ടീം അത്ലറ്റിക്കോ ആണ്. പിന്നെ റയൽ ഒത്തിരി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. റയലിന് നമ്മൾ നേരത്തെ ക്യാച്ച് ചെയ്യായിരുന്നു. അവര് ആ മാച്ചസിലൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കുറച്ചാളെങ്കിലും ഫസ്റ്റ് തന്നെ നിൽക്കാൻ പറ്റി. അതെ, ശരിയാണ്. അപ്പൊ എന്താണ് ഡാനി ഓൾമോയുടെ സിറ്റുവേഷൻ? പുള്ളീനെ രജിസ്റ്റർ ചെയ്യാൻ ഇനി ആകെ കുറച്ച് ദിവസം ബാക്കിയുള്ളൂ. ഞാനൊരു ലോണിന്റെ കാര്യമൊക്കെ കേൾക്കുന്നുണ്ട്. പേഴ്സണൽ ലോൺ എടുത്തിട്ട് ആ ലോണിന്റെ പേരിലൊക്കെ രജിസ്റ്റർ ചെയ്യാന്നുള്ള ഒരു ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇപ്പൊ ഇനി ആകെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തും ഇവര്? എന്തായാലും രജിസ്റ്റർ ചെയ്യും ബ്രോ. കാരണം ഇത് മറ്റേത് ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോഴും അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോ തീരാറൊക്കെ ആകുമ്പോഴും ബാഴ്സനെ പറ്റി വരുന്ന മെയിൻ ന്യൂസ് ആണ് പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യില്ല, അവർ കളിക്കില്ല, അവർ ലോണായി സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് പോകുന്നൊക്കെ ഉള്ളത്. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ഇതുവരെ കളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ലാസ്റ്റ് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ജനുവരി വിൻഡോ ആണ് വരുന്നത്, പ്ലേയേഴ്സിനെ സെല് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സാലറി ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഡാനിയൽ മോഹൻ എന്തായാലും ഫ്രീ ആയിട്ട് വിടാനോ ലോണിൽ വിടാനോ ഒന്നും പോകുന്നില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഫ്ലിക്കിന്റെ പ്ലാൻ ബിനെ പറ്റിയിട്ട് കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളിയുടെ പ്ലാന് സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ, ഹൈ ലൈൻ അറ്റാക്ക് അറ്റാക്ക് അറ്റാക്ക്. സപ്പോസ് ഒരു ലോ ബ്ലോക്ക് ഓപ്പോസിഷനെതിരെ അത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ബോർഡ് അഭിപ്രായത്തിൽ എന്താണ് പുള്ളി ഒരു പ്ലാൻ ബി ആയിട്ട് ചെയ്യേണ്ടത്? സപ്പോസ് ആ ലോ ബ്രേക്ക് സിറ്റുവേഷൻ വരുന്നു, എല്ലാവരും കൂടെ ബോക്സിന് ചുറ്റും നിൽക്കുന്നു, മിനിമം സ്പേസ് പോലും നിങ്ങൾ ഒഫൻസിന് കിട്ടുന്നില്ല. ആ സന്ദർഭത്തിൽ എന്താണ് ഒരു ഡിഫറന്റ് ആയിട്ട് ബ്രോഡ് അഭിപ്രായത്തിൽ ഫ്ലിക്ക് ചെയ്യേണ്ടത്? ഫ്ലിക്കിന്റെ ആകെ ലോ ബ്ലോക്കിനെതിരെയുള്ള പ്ലാൻ എ എന്ന് പറയുന്നത് യമാൽ യാമിൻ. യമാല് കളിച്ചില്ലെങ്കിൽ പിന്നെ പ്ലാൻ എയുല ബിയുല സിയുല. അപ്പോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടെ ഇത് പ്ലാൻസ് വന്നാൽ മാത്രമാണ് ടീമിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആവുള്ളൂ. ബിക്കോസ് ഇനിയുള്ളത് ടഫ് മാച്ചസ് ആണ്. ഇനിയിപ്പോ അടുത്ത മന്ത് തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി ഗെയിംസ് അടുപ്പിച്ച് വരും. അപ്പോ അന്നേരം പ്ലേയേഴ്സ് ടയേർഡ് ആവും. അപ്പൊ പുതിയ പ്ലേയേഴ്സിന് മറ്റേ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പെർഫോമൻസ് വരുള്ളൂ. അപ്പൊ അവിടെയാണ് ഫ്ലിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ഈ സീസണിൽ കപ്പൊന്നും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് സീസണിൽ ഫ്ലിക്ക് ഉണ്ടാവുമെന്ന് ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇത്ര ഒരു പോയിന്റ് ഗ്യാപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് ആ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്നത് ടെറിബിൾ ആണ്. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ, എന്താണ് യമാലിന്റെ സിറ്റുവേഷൻ ബ്രോ? പുള്ളി ഒരു ലോങ് ടേം ഇഞ്ചുറി എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ഒരു ജനുവരി ആദ്യമൊക്കെ തിരിച്ചു വരാൻ വല്ല ചാൻസ് ഉണ്ടോ? 1 മന്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി ആയതുകൊണ്ട് കുറച്ചുകൂടെ കോഷ്യസ് ആണ്. കാരണം ആങ്കിളിന് നേരത്തെ കുറച്ച് മുന്നേ ഇഞ്ചുറി വന്നതാണ്. അപ്പൊ ആ ഇഞ്ചുറി ആണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത്ര യങ് പ്ലെയർ ആണ്, ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. എന്തായാലും അവര് റഷ് ചെയ്ത് പെട്ടെന്ന് ഇറക്കാൻ നോക്കില്ല. പയ്യെ ടൈം എടുത്ത് മൊത്തമായിട്ട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞ് കളിപ്പിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നു സൂപ്പർ കപ്പ് ഒക്കെ ആവുമ്പോഴേക്കും കളിക്കാൻ പറ്റും. ഓക്കെ ബ്രോ, അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ എന്തായാലും മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് നെക്സ്റ്റ് ഇയർ വീണ്ടും കാണാം. ഓക്കെ ബ്രോ, മേരി ക്രിസ്മസ്. ടേക്ക് കെയർ, ബൈ.